സോണിയാഗാന്ധി സ്വർണം കട്ടുവെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പറയാത്തത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ മര്യാദ. ആ മര്യാദ ഇല്ലാതെ പ്രതിപക്ഷ നേതാവിന്റെ സ്കൂളിലാണ് പഠിച്ചതെങ്കിൽ അതൊക്കെ പറയാം. പക്ഷെ നമ്മൾ ആ സ്കൂളിലല്ല പഠിച്ചത്. അതുകൊണ്ട് രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നത നിലനിൽക്കുമ്പോഴും പരസ്പര ബഹുമാനത്തോടെയും ഉത്തരവാദിത്വത്തോടെയും മാത്രമേ ഇടതുപക്ഷ നേതാക്കൾ സംസാരിച്ചിട്ടുള്ളൂ ഇതുവരെ. പക്ഷെ ഈ സംശയം ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇവർക്ക് എങ്ങനെ അവിടെ പ്രവേശനം കിട്ടി? തുടർച്ചയായി അവിടെ പോകാൻ എങ്ങനെ കഴിഞ്ഞു? അവിടെ പോയി ഉപഹാരം കൊടുക്കാൻ കാരണം എന്താണ്? ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷണം വരുമോ എന്നൊന്നും ഇപ്പോൾ നമുക്കറിയില്ല. അന്വേഷിക്കുന്നെങ്കിൽ അന്വേഷിക്കട്ടെ. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, UDFന്റെ കൺവീനറോ അതിന്റെ മുകളിലുള്ള ആളായാലും വേണ്ടില്ല, ഏത് പക്ഷത്തുള്ള ആളായാലും വേണ്ടില്ല, തെറ്റായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരട്ടെ, ശിക്ഷ അനുഭവിക്കട്ടെ. തെരഞ്ഞെടുപ്പിൽ പക്ഷെ നാടിന്റെ വികസനം ചർച്ച ചെയ്യണ്ടേ? ജനങ്ങളുടെ ക്ഷേമം ചർച്ച ചെയ്യണ്ടേ? നമ്മുടെ നാട് ആർജിച്ച മാറ്റങ്ങൾ ഇനിയും കൂടുതൽ കരുത്തോടെ മുൻപോട്ട് പോകണ്ടേ? അതല്ലേ നാടിന് ആവശ്യം.